നമസ്കാരം പ്രിയമുള്ളവരെ, മുസ്തഫയാണ്. മുസ്തഫ കുന്നത്ത്. ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു കഴുതയും ആനയും ഹാജരായി. ആന രാജാവിനോട് ആവലാതി പറഞ്ഞു, പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് പറഞ്ഞതിന് ഈ കഴുത എന്നെ വിളിക്കാതെ തെറിയൊന്നുമില്ല രാജാവേ. എൻ്റെ അപ്പൂപ്പന്മാരെ വരെ അവൻ തെറി വിളിച്ചു. അവന് ശക്തമായ ശിക്ഷ നൽകിക്കൊണ്ട് അവൻ്റെ തെറ്റ് അവന് ബോധ്യപ്പെടുത്തണം രാജാവേ. സിംഹം ഒട്ടും ആലോചിച്ചില്ല. ആനയുടെ പുറത്തേക്ക് ചാടിക്കയറിയിട്ട് തലക്ക് 4 പെട കൊടുത്തു. ആന മാത്രമല്ല, അവിടെ കൂടിയിരുന്നവരെല്ലാം അന്തം വിട്ടു. കാരണം എല്ലാവർക്കും അറിയാം, ആന പറഞ്ഞതാണ് സത്യം, പുല്ലിൻ്റെ നിറം പച്ചയാണ്. ഈ രാജാവിന് എന്തു പറ്റി? വട്ടായിപ്പോയതാണോ? അതോ കഴുതയേക്കാൾ ബുദ്ധിയില്ലാത്തവനായിപ്പോയോ നമ്മുടെ രാജാവ്? ആനപ്പുറത്തിരുന്ന് രാജാവായ സിംഹം എല്ലാവരെയും ഒന്ന് അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, പ്രിയമുള്ള പ്രജകളെ, ഞാൻ എന്തിനാണ് ശരിയായ കാര്യം പറഞ്ഞിട്ടും ഈ ആനയെ മർദ്ദിച്ചത് എന്നോർത്ത് അത്ഭുതപ്പെടുകയാണോ? ഞാൻ മണ്ടനായിപ്പോയി എന്ന് ചിന്തിക്കുകയാണോ? പുല്ലിൻ്റെ നിറം തെറ്റിയത് കൊണ്ടല്ല ഞാൻ ആനയെ മർദ്ദിച്ചത് എന്ന് മനസ്സിലാക്കുക. അവൻ കഴുതയുമായി തർക്കത്തിലേർപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ മർദ്ദിച്ചത്. ജന്മനാ ബുദ്ധിയില്ലാത്തവരോട് തർക്കത്തിന് പോകാതിരിക്കുക. നിങ്ങൾ തർക്കിച്ചത് കൊണ്ടോ വസ്തുതകൾ ബോധ്യപ്പെടുത്തിയത് കൊണ്ടോ അത് ബോധ്യപ്പെടാനുള്ള ബുദ്ധിയില്ലാത്തവരോട് മേലിൽ ആരും തർക്കത്തിന് പോകാതിരിക്കുക. തെരഞ്ഞെടുപ്പൊക്കെയാണ് വരാൻ പോകുന്നത്. നേതാക്കന്മാർ അഴിമതികൾ കാണിച്ചാലും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചാലും ആശ്രിതർക്ക് വേണ്ടി ജനങ്ങളെ മറന്ന് പെരുമാറിയാലും കള്ളക്കടത്തുകൾക്കും കരിഞ്ചന്തകൾക്കും പെൺവാണിഭങ്ങൾക്കും കൊള്ളക്കും കൊള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്നാലും സ്വന്തം നേതാവായതിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നവരോട്, തെറി അഭിഷേകം ചെയ്യുന്നവരോട്, ആക്രമിക്കാൻ മുതിരുന്നവരോട് നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. കാരണം അവർക്ക് കഴുതയുടെ ബുദ്ധി മാത്രമേ ഉണ്ടാവൂ. നന്ദി, നമസ്കാരം.